പ്രൈം ഡിബേറ്റിലേക്ക് ബി.ജെ.പി. നേതാവ് ശ്രീ ശിവൻകുട്ടി കൂടി ചേരുകയാണ്. ശ്രീ ശിവൻകുട്ടി, ഇപ്പോൾ ബി.ജെ.പി. പ്രകടന പത്രികയിൽ വിശ്വാസ സംരക്ഷണത്തിനായി ശബരിമല കാര്യത്തിൽ വേണ്ടതെല്ലാം ചെയ്യും എന്ന് എഴുതി വെച്ചു. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ തന്നെ കേരളത്തിലെത്തി നേരിട്ട് ആളുകളോട് പറയുന്നു, വിശ്വാസികൾക്ക് മുറിവേൽക്കുന്ന ഒരു സാഹചര്യത്തിനൊപ്പം നിൽക്കില്ല, ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളും എന്ന നിലപാട് സ്വീകരിക്കുന്നു. ആരുടെയും വിശ്വാസത്തെ മുറിവേൽപ്പിക്കരുത് എന്നതാണ് നിലപാട് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് വേണ്ടതെല്ലാം അധികാരം കിട്ടിയാൽ വേണ്ടത് ചെയ്യും എന്നവർ പറയുന്നതോടെ ഈ വിഷയത്തിൽ ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നവരായി കോൺഗ്രസും മാറുകയല്ലേ? അല്ല, വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കും എന്ന് വളരെ വ്യക്തമായി തെളിയിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് ഞങ്ങൾ വ്യക്തമായി തെളിയിച്ചു. ഞങ്ങൾ ശബരിമല വിഷയം വന്നപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള സമരങ്ങൾ, ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഇഷ്യൂസുകൾ, അതെല്ലാം തന്നെ ഞങ്ങളുടെ നേതൃത്വം ഭംഗിയായി ഭക്തജനങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്തു. എങ്കിൽ എന്തുകൊണ്ട് ഭരണമുണ്ടായിരുന്നതുകൊണ്ട് NSS ഒക്കെ ചോദിക്കും പോലെ ഓർഡിനൻസ് കൊണ്ടുവന്നില്ല? അല്ല, ഓർഡിനൻസ് കൊണ്ടുവരുന്നത് സാധാരണ നിലയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ്, അത് സംസ്ഥാന നിയമസഭയും സംസ്ഥാന ഗവൺമെന്റും സർക്കാരിനോട് ആവശ്യപ്പെടണമല്ലോ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന്. വേണ്ടല്ലോ. അതിനപ്പുറം രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് ഇപ്പോൾ പ്രകടന പത്രികയിൽ എഴുതി ചേർത്ത ഒരു പാർട്ടിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ വിരുദ്ധ നിലപാടുണ്ടെന്നിരിക്കെ അതിന് കാത്തു നിൽക്കാതെ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് തെളിയിക്കാൻ ഈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആകാമായിരുന്നു. അത് ചെയ്തില്ല. NSS അടക്കം അത് ചൂണ്ടിക്കാട്ടിയല്ലോ. അല്ല, വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ബി.ജെ.പിയും സംഘപരിവാർ പ്രസ്ഥാനവും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. അക്കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ മുട്ടുകുത്തുകയല്ലേ ചെയ്തത്? അതല്ലല്ലോ സർക്കാർ, അത് വേറെ വിഷയം. ശ്രീ ശിവൻകുട്ടി, ഇപ്പോ കേന്ദ്രം ഭരിക്കാൻ പോകുന്ന രണ്ട് ദേശീയ കക്ഷികൾ, ഒന്ന് ബി.ജെ.പി. അല്ലെങ്കിൽ കോൺഗ്രസ്, ആ നിലയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം. അതിന്റെ തർക്കത്തിനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ നിങ്ങളും പറയുന്നു വിശ്വാസികളെ സംരക്ഷിക്കും, ഇനി അധികാരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് കോൺഗ്രസും പറയുന്നു. അധികാരമുണ്ടായിരുന്ന കാലത്ത് അതിനുവേണ്ടി ഭരണപരമായ ഒരു നടപടിയും സ്വീകരിക്കാതെ സെക്രട്ടേറിയറ്റ് സമരവും മറ്റും മാത്രം നടത്തി അതിനകത്ത് അധികാരമുണ്ടായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തവരാണ് നിങ്ങൾ. പക്ഷേ അധികാരത്തിലെത്തിയാൽ വേണ്ടത് ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞാൽ അതിനായിരിക്കില്ലേ ആളുകൾ കുറെ കൂടി വില കൽപ്പിക്കുക? രാഹുൽ ഗാന്ധിയുടെ ആ ഉറപ്പിന് കേരളത്തിൽ അല്ലല്ല, രാഹുൽ ഗാന്ധിയുടെ ഉറപ്പിന് ഒരു വിലയുമില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എടുത്ത നിലപാട് കേരളത്തിൽ അത് ശുദ്ധമായി ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അല്ല, ആ പാർട്ടിക്കാരനായ പ്രയാർ ഗോപാലകൃഷ്ണൻ നിങ്ങൾ എന്ത് ചെയ്തു? ചൗക്കിദാർ പ്രേരണകുമാരി ആരാണ്? 12 വർഷം ഈ കേസ് നടന്നപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് വിശ്വാസികൾ പരസ്പരം ചോദിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ശബരിമലയുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്തതുപോലെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടില്ല. എത്ര പേരാണ് കേസിൽ? കോൺഗ്രസ് കക്ഷി ചേർന്നു, അല്ല കോൺഗ്രസ് അഫിഡവിറ്റ് കൊടുത്തു അധികാരത്തിലിരുന്നപ്പോൾ. പ്രയാർ ഗോപാലകൃഷ്ണനെ റിവ്യൂ ഹർജി കൊടുക്കാനായി ചുമതലപ്പെടുത്തി. ഇതൊക്കെ അവർ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അതിന്റെ തുടർച്ചയിലാണ് അവരുടെ പ്രസിഡന്റ് വന്ന് ഈ ഉറപ്പ് കൊടുക്കുന്നത്. NSSും പറഞ്ഞു, NSSും കുറെ കൂടി അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസിന്റെ നിലപാടിനോടല്ലേ? കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിലല്ലോ. കേരളത്തിലുണ്ടല്ലോ വിശ്വാസികൾ എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ശബരിമല കേരളത്തിലാണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. UDF കഴിഞ്ഞ കാലം ഭരിച്ചു. അല്ല, ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസാണ്. സുപ്രീം കോടതി എന്താ പറഞ്ഞ, ഓപ്പൺ കോടതിയിൽ വാദം കേട്ട കേസാണിത്. അതുകൊണ്ട് ഇനിയും സുപ്രീം കോടതിയിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ പൂർണ്ണമായിട്ട് അറ്റിട്ടില്ല. ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പം, വിശ്വാസികൾക്കൊപ്പം വിശ്വാസം സംരക്ഷിക്കാൻ കോൺഗ്രസിനെ പോലെയുള്ള നിലപാടുകൾ സമർത്ഥിക്കാൻ വേണ്ടി പാടുപെടുന്നു.